ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു ഇന്നത്തെ എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ മാർക്കോടെ തിരിച്ചു വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മി കേട്ടോ. ഇപ്പൊ മാർക്ക് വരുമായിരിക്കും. അവരുടെ വിവാഹം നടത്താനായിട്ട് മാർക്ക് സമ്മതിക്കത്തൊന്നുമില്ല. മാർക്ക് എങ്ങനെയെങ്കിലും ആ വിവാഹം മുടക്കിയിരിക്കും, മഞ്ജുവിനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും, ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് മഹാലക്ഷ്മിയും അതുപോലെ തന്നെ നമ്മുടെ കണ്ണനും കൂടിയിട്ട്. അവിടേക്ക് നമ്മുടെ മാർക്ക് വരുന്നുണ്ട്. മാർക്കോട് കൂടെ ആരെയും കാണുന്നില്ല. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മഹാലക്ഷ്മിക്ക് കണ്ണന് ഒരു സംശയമൊക്കെ തോന്നണം കേട്ടോ. മാർക്കോ എന്തായി, പോയിട്ട് എന്തായി, മഞ്ജുവിനെ തിരിച്ചു കൊണ്ടുവന്നോ? അവളെ എവിടെയാ അവളെ എവിടെ പുറത്തുണ്ടോ? പുറത്തുണ്ടെങ്കിൽ അവൾക്ക് അകത്ത് കയറാൻ പറ. അവളെന്തിനാ പുറത്ത് നിൽക്കണത്? അകത്ത് കയറാൻ പറ മാർക്കോ എന്നൊക്കെ മഹാലക്ഷ്മി പറയുമ്പോ, അത് മേഡം പിന്നെ എന്താ എന്താ നീ ഒന്നും പറയാത്തത് എന്ന് കണ്ണൻ പറയാണ്. അത് എന്നോട് ക്ഷമിക്കണം സർ എന്ന് പറയുന്നുണ്ട്. മാർക്കോ, നീ എന്താ ക്ഷമയൊക്കെ ചോദിക്കണത്? നീ എന്താ പറഞ്ഞു വരുന്നത്? ഞങ്ങൾക്ക് മനസ്സിലായില്ല. അത് ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. എല്ലാം കഴിഞ്ഞിരുന്നു? എന്ത് കഴിഞ്ഞിരുന്നു എന്ന കാര്യമാ നീ പറയുന്നത്? ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും മഞ്ജുവിന്റെയും സാഗറിന്റെയും വിവാഹം കഴിഞ്ഞിരുന്നു. ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ അവർ രജിസ്റ്റർ മാരേജ് കഴിച്ചു എന്ന് പറയാണ്. അവര് രജിസ്റ്റർ മാരേജ് കഴിച്ചെന്നോ? മാർക്കോ, നീ വെറുതെ നുണ പറയരുത്. ഇല്ല സർ, ഞാൻ സത്യമോ പറഞ്ഞത്. കണ്ണൻ സാർ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ടപ്പോ തന്നെ ഏകദേശം സാഗറിനും മഞ്ജുവിനും കാര്യം മനസ്സിലായി. ഞാനിനി തിരിച്ചു വരുമ്പോഴേക്കും വിവാഹം നടക്കില്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചു വരുന്ന മുമ്പ് തന്നെ അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യുമായിരുന്നു. സാക്ഷികളായിട്ട് പിന്നെ ആ രണ്ട് ഗുണ്ടകൾ അവിടെ ഉണ്ടല്ലോ, അവരെ ഒപ്പിടുകയും ചെയ്തു. അപ്പോൾ അവരുടെ വിവാഹം കഴിഞ്ഞു എന്നാണോ പറയണത്? അതെ. അതെങ്ങനെ ശരിയാകും എന്ന് മഹാലക്ഷ്മി ചോദിക്കുകയാണ്. എന്താ മേഡം അത് ശരിയാവാത്ത? എന്തായാലും അവരുടെ വിവാഹം കഴിഞ്ഞു എന്ന് പറയണം. ഒന്ന് ആലോചിച്ച് നോക്ക്, അവരുടെ വിവാഹം എങ്ങനെ നിയമപരമായിട്ട് ശരിയാവോന്ന മാർക്കോ നീ പറയണത്? അതിനെന്താ കുഴപ്പം എന്ന് മാർക്കോ ചോദിക്കുമ്പോൾ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. മഞ്ജു നിയമപരമായിട്ട് ഇപ്പോഴും മേഘനാഥന്റെ ഭാര്യയാണ്. മേഘനാഥൻ വിവാഹം കഴിച്ചതാണ് മഞ്ജുവിന്. അന്നും രജിസ്റ്റർ മാരേജും രജിസ്ട്രാറും ഒക്കെ വന്നിട്ടാണ് താലികെട്ട് നടത്തിയത്. എല്ലാമാർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ മേഘനാഥൻ ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്നത് മഞ്ജുവിനെയാണെന്ന് സാറിനും മേഡത്തിനും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഇല്ല, അയാൾ ഇതിനു മുമ്പ് വേറെ വിവാഹം കഴിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെ മഞ്ജുവായിട്ടുള്ള വിവാഹം നിയമപരമാകും എന്നൊക്കെ ചോദിക്കുകയാണ്. അതങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ പിന്നീട് കാണിക്കുന്ന മേഘനാഥനെയാട്ടോ. അവിടെ നിന്നിട്ട് നമ്മുടെ മാർക്ക് അവിടെ നിന്ന് പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ മഹാലക്ഷ്മി കണ്ണൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്, എന്ത് ചെയ്യണോന്ന് അറിയാതെ. അതേസമയം മേഘനാഥനാണെങ്കിൽ 2-3 ഗുണ്ടകളെയൊക്കെ ഏർപ്പാടാക്കിയേക്കാണ്. വേറെ ഒന്നിനെയല്ല, നമ്മുടെ സാഗർ വരുന്ന വഴിയിൽ വെയിറ്റ് ചെയ്യിപ്പിച്ച് നിർത്തിയിരിക്കട്ടോ. സാഗർ വരുമ്പോ ഒന്നും നോക്കണ്ട, അവനങ്ങോട്ട് വെട്ടിക്കൊന്നേക്ക്. അവൻ ജീവനോടെ പോകണ്ട. അവന് വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ പോയത് എന്റെ ഭാര്യയുടെ അവിഹിതക്കാരനെ കൊന്നെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കട്ടോ. അങ്ങനെ അവർ സംസാരിച്ച് മാർക്ക് വരുന്ന വഴി തന്നെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും അവിടെയൊക്കെ മാർക്ക് വരുന്നുണ്ട്. മാർക്ക് വരുമ്പോ തന്നെ മേഘനാഥനോട് പറഞ്ഞു, വഴി മാറട എന്ന് പറയാണ്. നിനക്ക് തിരക്കുണ്ടാവും, വിവാഹമൊക്കെ കഴിഞ്ഞല്ലോ അല്ലെ, ഇനി ആദ്യ രാത്രി ഹണിമൂൺ എന്തൊക്കെ പരിപാടിയുണ്ട് അല്ലെ. അല്ല, കൊച്ചുങ്ങളുടെ പരിപാടി നിങ്ങൾ ഉടനെ നോക്കുന്നുണ്ടോ അതോ കുറച്ച് വർഷം കഴിഞ്ഞിട്ടാണോ നോക്കുന്നത്? അതൊക്കെ അവര് തീരുമാനിച്ചോളും. ആര് തീരുമാനിക്കുന്ന കാര്യമാണോ നീ പറയണത്? ഓ, ദൈവം തീരുമാനിക്കുന്ന കാര്യമാണോ? എന്തായാലും നിന്നെ ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ സമ്മതിക്കില്ലടെന്ന് പറയാണ്. മേഘ മാറിക്കെ, എനിക്ക് ഒരുപാട് പണിയുണ്ട്, വെറുതെ സമയം കളയല്ലേ എന്ന് പറയാണ്. അതേടാ, എനിക്കും ഒട്ടും സമയമില്ല കളയാനായിട്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചടങ്ങ് തീർത്ത് വീട്ടിലേക്ക് പോകും. ഞങ്ങൾ വീട്ടിലേക്ക് പോകും, നീ നേരെ പോകും. എവിടേക്ക്? മുകളിലേക്ക്. കളിക്കല്ലേ, മാറാൻ നോക്ക് എന്ന് പറയാണ്. അപ്പോഴേക്കും ഒരു ഗുണ്ട പുറകെ നിന്ന് വന്നിട്ട് മേഘനാഥൻ അടിച്ച് നിലത്തേക്ക് ഇടുക കേട്ടോ. മേഘനാഥനല്ല, നമ്മുടെ മാർക്കോനെ അടിച്ച് നിലത്തേക്ക് ഇടണം. മാർക്കോ അപ്പൊ തന്നെ അവിടേക്ക് വീഴുന്നുണ്ട്. അവിടേക്ക് വീണ മാർക്കോ വേഗം തന്നെ എഴുന്നേറ്റ് ആ ഗുണ്ടേനെ അടിക്കുകയാണ്. അപ്പോൾ ചടപറാന്ന് ഗുണ്ടകൾ വീണ്ടും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പൊട്ടി മുളക്കുന്ന പോലെ മുളച്ച് മാർക്കോനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുവാട്ടോ. അതൊക്കെ കണ്ട് മേഘനാഥൻ പൊട്ടിച്ചിരിക്കുകയാണ്. നീ ഇന്ന് അവളുടെ കൂടെ ആദ്യ രാത്രി ആഘോഷിക്കാന്നൊക്കെ വിചാരിച്ച് സുഖിച്ചിരിക്കുകയായിരുന്നടാ. ആയാലും ഇന്ന് ഫസ്റ്റ് നൈറ്റ് ആയിട്ട് അവള് നിന്നെ ജീവനോടെ കാണാൻ പോകുന്നില്ല. ഇന്നത്തോടെ നീ തീർന്നടാ മാർക്കോ, നീ തീർന്നു. അത്രക്ക് ധൈര്യം മേഘനാഥനുണ്ടെങ്കിൽ എന്നെ കൊന്നേക്ക്. അതേടാ, കൊല്ലാൻ തന്നെയാ പോണത്. നിന്നെ കൊന്ന് പരലോകത്തേക്ക് അയക്കാൻ പോവാ. ഇന്നത്തോടെ മാർക്കോ എന്ന് പറഞ്ഞ അധ്യായം ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. നിന്നെ കൊന്നാലെ ഒരു പട്ടി പോലും ചോദിക്കാനുണ്ടാവില്ലടാ എന്ന് പറയാണ്. ശേഷം തോക്കെടുത്ത് നമ്മുടെ മാർക്കോടെ നെറ്റിയിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കാട്ടെ മേഘനാഥൻ. മാർക്കൊക്കെ ഒരു തരി പോലും പേടിയില്ല. എന്താടാ, നിനക്കൊട്ടും പേടിയില്ലെന്ന് ചോദിക്കുകയാണ്. ഇല്ലടാ, ധൈര്യം ഉണ്ടെങ്കിൽ നീ വെടിവെച്ചോ, അല്ലെങ്കിലും മനുഷ്യരുടെ ജീവിതമല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ എന്ന്
തീരുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. മുകളിൽ ആകാശവും താഴെ ഭൂമിയും അതന്നെയാ എന്റെ ലോകം എന്ന് പറയണം. നീ ഇതോടെ തീർന്നടാ, നിന്നെ ഞാൻ കൊല്ലാൻ പോവാണ്. നിന്റെ കൂടെ സുഖിച്ച് ജീവിക്കാൻ വേണ്ടി ഇറങ്ങി വന്നല്ലേ എന്റെ ഭാര്യ. നിന്റെ എത്രാമത്തെ ഭാര്യയുടെ അവള്? അതുകൂടി നീ പറ. ദേ ശബ്ദിച്ചു പോയത്, നീ ഇന്നത്തോടെ തീർന്നടാ എന്ന് പറഞ്ഞിട്ട് വെടിവെക്കുന്ന ഒരു ഒച്ചയും കേൾക്കുന്നുണ്ട്. മാർക്കോ നിലത്ത് നീ വീഴുന്ന സമയത്ത് ഒരു ഗുണ്ട വന്ന് മാർക്കോനെ ഇടിച്ച് നിലത്തേക്ക് വീഴ്ത്തുന്നുണ്ട്. മാർക്കോ അവിടെ നിന്ന് പതുക്കെ എഴുന്നേൽക്കുന്നുണ്ട്. എഴുന്നേറ്റതിന് ശേഷം പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യണത്. പൊട്ടിച്ചിരിക്കണ കാണുമ്പോഴേക്കും മേഘനാഥന് കലി കൂടുവാട്ടോ. മേഘനാഥൻ ആ തോക്ക് ആദ്യം ഉപയോഗിച്ചെങ്കിലും വെടിവെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് മാർക്കോടെ ചിരി കാണുമ്പോഴേക്കും മേഘനാഥന് ദേഷ്യം വരുവാണ്. വേഗം തന്നെ മാർക്കോയുടെ അടുത്തേക്ക് മേഘനാഥൻ വരുന്നുണ്ട്. നീ എന്താ എന്നെ കളിയാക്കുവാണോ? നിനക്ക് കുറച്ചു നാളുകൂടി ഞാൻ ആയുസ് വേണമെങ്കിൽ നീട്ടിത്തരാം. നീ ഒരു കാര്യം ആ മഞ്ജു ഉണ്ടല്ലോ, അവളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടാക്ക് എന്ന് പറയാണ്. ഇല്ലടാ, ഒരിക്കലും ഇല്ലടാ, ഒരിക്കലും ഇല്ല. അവളുടെ ജീവിതം നിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു എന്നാ ഞാൻ കരുതുന്നത്. ഓഹോ, അപ്പൊ നിനക്ക് ജീവിക്കണ്ടല്ലേ? വേണ്ട എന്ന് പറയാണ്. അതിനുശേഷം കാണിക്കണത് നമ്മുടെ സാഗറിനെ മഞ്ജുവിനെയാണ്. മാർക്കോ ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഒരു ഗുണ്ട അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മാർക്കോന് മേഘനാഥന്റെ ഗുണ്ടകൾ ആക്രമിച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട് എന്ന് പറയാണ്. അത് കേൾക്കുന്നതും സാഗറും മഞ്ജു ആകെ ഷോക്കാവാണ്. എന്നിട്ട് മാർക്കോക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും അറിയില്ല, ഒരാള് കണ്ടിട്ടാണ് വന്ന് പറഞ്ഞത്. മാർക്കോ ആണ് മഞ്ജുരെ കാമുകൻ എന്ന് പറഞ്ഞിട്ടാണ് ഉപദ്രവിച്ചത് എന്ന് പറയാണ്. ഈശ്വര, മാർക്കൊന്നും സംഭവിക്കല്ലേ എന്ന് മഞ്ജു പറയാണ്. സാഗർ പറയണ്ട, നീ പേടിക്കണ്ട, മാർക്കോനെ അങ്ങനെ ഇങ്ങനെയൊന്നും മേഘനാഥനെ തോൽപ്പിക്കാൻ സാധിക്കില്ല. പക്ഷെ ഒരുപാട് ഗുണ്ടകൾ ഉണ്ടെന്നല്ലേ പറയണത്. എങ്ങാനും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലോ? എന്ത് ചെയ്യും സാഗർ? നമ്മളിപ്പോ എന്താ ചെയ്യാ? ആരുടെ സഹായം ചോദിക്കുക? ചേട്ടന്റെ സഹായം ചോദിക്കാൻ പറ്റില്ല. ആരും നമ്മളെ സഹായിക്കാനില്ലല്ലോ. പോലീസുകാർ പോലും ആ മേഘനാഥന്റെ കൂടെ നിൽക്കത്തുള്ളൂ. ഇനി എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലൊക്കെ മാർക്കോനെ രക്ഷിച്ചേ പറ്റൂ. നമ്മൾ ഒന്നാവാൻ വേണ്ടിയിട്ടാ മാർക്കോ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത്. ഇപ്പോ മാർക്കൊക്കെ വേണമെങ്കിൽ വിളിച്ചു പറയായിരുന്നു മേഘനാഥനടുത്ത്, അയാളല്ല സാഗറാണ് എന്റെ ഭർത്താവെന്ന്. പക്ഷെ എന്നിട്ട് പോലും നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടായിരിക്കും മാർക്കോ അങ്ങനെ ചെയ്തത്. എങ്ങനെയെങ്കിലും മാർക്കോനെ രക്ഷിക്കണം സാഗർ എന്ന് മഞ്ജു പറയാണ്. സാഗർ പറയണ്ടേ, എനിക്കും അതന്നെ ആഗ്രഹം. ഞാനൊരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് പോയി അന്വേഷിച്ചാലോ എന്ന് ഗുണ്ടകൾക്ക് പറയുന്നുണ്ട്. അപ്പോ വേണ്ട, സാഗർ ഇന്ന് മഞ്ജുവിന്റെ കൂടെ തന്നെ നിന്നോ, അല്ലെങ്കിൽ പ്രശ്നമാകും. ചിലപ്പോൾ മേഘനാഥൻ ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് പുറത്തിറങ്ങരുത്, ഞങ്ങൾ വരുന്നവരെ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറയാണ്. അതിനുശേഷമാണെങ്കിൽ മഹാലക്ഷ്മി മഞ്ജുവിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാലക്ഷ്മി അടുത്ത് എന്തു പറയും, ഇടത്തെടുത്ത് എന്തു പറയും എന്ന് പേടിച്ചിട്ട് മഞ്ജു ഫോൺ എടുക്കുന്നില്ല കേട്ടോ. മാർക്കോനെ ഉപദ്രവിച്ചൊക്കെ കഴിഞ്ഞിട്ട് നേരെ മേഘനാഥൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. തന്റെ ഭാര്യനെ കാണാനില്ല. ഭാര്യയുടെ കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് പരാതി എഴുതി കൊടുക്കുകയാണ്. നാളൊരു സമയത്ത് മാർക്കോ മരിച്ചു പോയി കഴിഞ്ഞാൽ കൊന്നത് മഞ്ജു ആവാം, അല്ലെങ്കിൽ മഞ്ജുവിന്റെ വേറെ ആരെങ്കിലൊക്കെ ആകാം എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് മേഘനാഥൻ അങ്ങനെ ചെയ്യണം കേട്ടോ. അങ്ങനെ പരാതിയൊക്കെ കൊടുക്കുകയാണ്. അതേസമയം മാർക്കോ എവിടെ പോയെന്ന് അറിയാതെ എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. മരിച്ചോ ഇല്ലയോ എന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞ് പ്രോമോ വരുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്തായാലും മാർക്കോ മരിച്ചോ എന്ന നിലയിൽ തന്നെയാണ് പ്രോമോ വന്നിരിക്കുന്നത്. മാർക്കോ മരിക്കില്ലായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ മരിക്കാനും മരിക്കാതിരിക്കാനും ചാൻസ് ഉണ്ട്. കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും മേഘനാഥന്റെ ഇത്രയും വലിയ ക്രൂരത പുറം ലോകം അറിയോ? ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ കണ്ണൻ വെറുതെ ഇരിക്കോ? അതുപോലെ തന്നെ മഞ്ജു സമ്മതിക്കോ? സാഗർ നല്ല 8ന്റെ പണി തന്നെ മേഘനാഥന് കൊടുക്കുകയും ചെയ്യും. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.